കിണറ്റിൽ ഒരു തൊടി വെള്ളമില്ല. മോട്ടറൊക്കെ തവള പൊങ്ങി കിടക്കണ പോലെ പൊങ്ങി കിടക്കണം. തൊട്ട് നക്ക അച്ചാറില്ലാന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. തൊട്ട് നക്ക വെള്ളമില്ല. ഒരിക്കലും പറ്റാത്ത കിണർന്ന് നാട്ടുകാർ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ രാജസ്ഥാൻ മരുഭൂമി പോലെ ആയി. കുളിച്ചോണ്ടിരുന്നപ്പോഴേ വെള്ളം തീർന്ന് മോട്ടർ ഇട്ടാണി. മോട്ടർ ഇടാം, പക്ഷെ വെള്ളം കേറൂല, മണ്ണേ കേറൂ. വെള്ളം ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? മക്കളെ ഈ അമ്മ പിടിച്ച് കിണറ്റിടട്ടാ. വെള്ളം ഇല്ലല്ല, മണ്ണ് വെച്ച് തേച്ച് സെറ്റാക്ക്. ആണ്ട് മസലിയിലാണ് കുളിക്കാൻ ഇറങ്ങണ. അന്നാണെങ്കിൽ വെള്ളവും കാണൂല, തേച്ച സോപ്പെല്ലാം വേസ്റ്റ് ആയില്ല. നീ തേച്ച സോപ്പ് ഏതെന്ന് പറയണേ. എന്തിന് മാറ്റി വെക്കാൻ? അതാരും തേച്ചാലേ ചൊറിച്ചിൽ വരൂലേ. നിങ്ങൾ എന്നെ ചൊറിയാതെ ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യൂന്ന് പറയും. ആഹാരം ഉണ്ടാക്കാൻ പോലും വെള്ളമില്ല. അപ്പുറത്തെ വീട്ടിലെ സുമതിയെ ബോർവെല്ലിൽ കുഴിച്ചുകൊണ്ടാണ് നമുക്ക് വെള്ളം കിട്ടാത്തെന്ന് പറഞ്ഞ് അവിടെ പോയി അടി ഉണ്ടാക്കി അവരെന്ന് വെള്ളം എടുത്താല നേരെ ചൊവ്വ ചോദിച്ചാൽ അവിടെ തരൂല. നമ്മൾ ഇവിടെ നിന്ന് രാവിലെ ഒരാൾ കുളിക്കാൻ പോയതല്ലേ, ഇനി നമ്മൾ എങ്ങനെ വെള്ളം ചോദിച്ചോണ്ട് പോണാ? നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ആര് കുളിക്കാൻ പോയി? സുമതിയുടെ വെള്ളം ലലലലല, അത് സൂപ്പർ വെള്ളം ലലലലല. നിങ്ങളിത് ഇവിടെ പോയാ? ഞാൻ സുമതിയുടെ വീട്ടിൽ പോയിരുന്നു. എന്തിന്? അവളെ കുളിപ്പിച്ചിരാന്ന് പറഞ്ഞു. അല്ല, അവളെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കാൻ പോയത്. ഇവിടെ വെള്ളമില്ലാത്ത കാര്യം ഞാൻ രാവിലെ അറിഞ്ഞില്ലേ. അമ്മ, ഈ പോക്കത്ര ശരിയല്ല. സാരമില്ലടാ, പോകെ പോകെ ശരിയായിക്കോളും. നാണില്ലേ മനുഷ്യ നിങ്ങൾക്ക്? ചെറിയ കുട്ടിത്തോർത്ത് കൊടുത്ത് കണ്ടവര് വീട്ടിലെ കിണറ്റിൽ പോയി നീരാടാൻ. പിന്നെ കുളിക്കാൻ നേരത്ത് കുട്ടിത്തോർത്തല്ലാതെ വലൻസ് പള്ളിയുടെ കോട്ടയം സൂട്ടിട്ട് കുളിക്കണോ ജലജേ? അച്ഛാ, പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീടാണത്. അത് സുമതി പറഞ്ഞു. നീ കാരണം കൂടിയേ ഇവിടുന്ന് ആ പ്രായപൂർത്തിയായ കുട്ടികളെ എത്തി നോക്കണ കാര്യം. അമ്മ, ഞാൻ കിണറ്റിൽ വെള്ളം ഉണ്ടാന്ന് എത്തി നോക്കിയതാണ്. ആ കിണറ്റിൽ വെള്ളം ഉണ്ടാന്ന് എത്തി നോക്കണ സമയത്ത് നീ ഈ കിണറ്റിൽ വെള്ളം ഉണ്ടാന്ന് നോക്കിയിരുന്നെങ്കിൽ എന്റെ മോനെ ഈ നിപ്പ് നിൽക്കേണ്ടി വരുമായിരുന്നാ. സ്വന്തം വീട്ടിലെ കാര്യം ആരമ്മ നോക്കണത്? നമുക്ക് വല്ലവന്റെ വീട്ടിൽ എത്തി നോക്കാനല്ലേ അറിയാവൂ. കുറച്ച് എത്തിനോട്ടം കൂടുന്നുണ്ട്, അവസാനം തലയില്ലാതെ വരും എത്തി നോക്കാൻ. ജലജെ, കഴിക്കാൻ എന്തുണ്ട്? കഴിക്കാൻ പോയിട്ട് ഇവിടെ കുടിക്കാൻ വെള്ളം ഇല്ല. ഓക്കേ, നിങ്ങൾ ഇവിടെ പോണേ? സുമതിയുടെ വീട്ടില് അവിടെ നിന്ന് പുട്ടും പഴവും കയറ്റാൻ എന്നെ വിളിച്ചതാണ്. അവിടെ നിന്ന് കഴിച്ചിട്ട് ഇവിടെ വരുമ്പോ ഇവിടത്തെ കഴിച്ചില്ലെങ്കിൽ നീ എന്നെ കയറ്റൊന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്ന് കഴിക്കാത്ത. ഇനി അവിടെ നിന്ന് പോയി കഴിക്കാം. ഇങ്ങനെ ഒരു ഉളുപ്പില്ലാത്ത അച്ഛൻ. ദിവസേ 2 കോടി ടെർമിനേറ്റർ അടിക്കുന്നുണ്ടോ അദ്ദേഹം ആ സകലം. അതുകൊണ്ട് ഉളുപ്പ് വരൂല. ഓ, വെറുതെ ആണാ വെള്ളം ഇല്ലാത്തത്. ഈ കാട്ടവരാതെ മാട്ടച്ചളി കേട്ട് വെള്ളം ഭൂമിയുടെ അടിയിലോട്ട് താന്ന് കാണും. എന്താണ് 3 പേരും കൂടി കബഡി കളിക്കുന്നത്? നീ കൂടണ? കക്കൂസി പോയിട്ട് വരട്ടെ. വെള്ളം മിണ്ടാതിരിക്കി, ഞാൻ വലിച്ച് ഇനി അവനും കൂടെ വലിക്കട്ടെ. ഒരു ശുഭകാര്യത്തിന് പോകുമ്പോ ഇങ്ങനെ പിന്നീന്ന് വിളിക്കല്ലേ അമ്മ. എന്നാ പിൻവിളി ഇല്ലാതെ ബിൻവിളി നായകൻ ചെന്നാട്ടെ. ബിൻവിളി നായക, നീ എന്തൊരു വേലത്തോടാ കാണിച്ചത്? അകത്തിരുന്നോണ്ട് അപ്പൊ എന്തൊരു ചെയ്യും? ഓ, ആദ്യത്തെ മോനായോണ്ട് സ്നേഹം. അപ്പൊ ഞാൻ ഈ കോലന്മാർ എന്ത് ചെയ്യും? അപ്പ തൽക്കാലം തോർത്ത് വെച്ചിത്തോടാ. അല്ലെങ്കിൽ വേണ്ട, സുമതിരെ കണക്കിന് 2 തൊട്ടി വെള്ളം ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, അപ്പൊ തുളച്ചെന്നെ എടുത്തോളൂ. മിസ് പണിട്ടെ സമ്മതിക്കൂല. അമ്മ, ടാങ്കിൽ വെള്ളം അടിക്കൂ. മകനെ, വെള്ളം അടിക്കാൻ കിണറ്റിൽ വെള്ളമില്ല. വെള്ളം വരുമ്പോൾ അടിക്കാം. ഓ, ഇത് കേറുന്നതിന് മുമ്പ് പറയാത്തത്? അതിനൊരു ത്രില്ലല്ലോ. ഞാൻ പുറത്തിറങ്ങിക്കോട്ടാ, നിന്റെ ത്രില്ലർ ഞാൻ കാണിച്ചു തരാം. അതിന് നീ പുറത്തിറങ്ങിട്ട് വേണ്ടടാ. അച്ഛാ, കുറച്ച് വെള്ളം കൊണ്ടുതാ അച്ഛാ. ഓടാ, ഞാൻ സുമതിയിലാവടാ. നമ്മളെ ആമ്പലക്കുളത്തിൽ വെള്ളം കിടക്കല്ലേ, അവിടെ നിന്ന് കോരി കൊടുക്കട്ടെ. ആമ്പലൊന്നും വേണ്ട, അതിന്റെ തന്നെ ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്, ചത്തുപോവും. കള്ള ഗപ്പിക്കഴിവെറി. ഇവിടെ അപ്പിയിടാൻ നേരത്താണ് അവന്റെ ഗപ്പി. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നോണ്ടല്ല. നീ ഇറങ്ങിയൊന്നും വേണ്ട, നാറുകൂടെയൊക്കെ. അതെ, നിങ്ങൾ പോയി എടുത്തോണ്ട് വന്നാണ് ആമ്പലക്കുളത്തിന്റെ വെള്ളം. ഓ, ഇപ്പൊ ഞാൻ ഊഞ്ഞാലാടിയാന്. വൈകുന്നേരം ഒരു മഴ പെയ്തിരുന്നെങ്കിൽ ആശ്വാസമായേനെ. മിണ്ടായിരിക്കാ, മഴയൊന്നും പെയ്യണ്ട. വൈകുന്നേരം ക്രിക്കറ്റ് കളി ഉള്ളതാണ്, പിച്ച് നനയും. അയ്യോ, അമ്മ അത് ഓർത്തില്ലടാ. മക്കള് വൈകുന്നേരം ക്രിക്കറ്റ് കളിച്ചുണ്ടാക്കി കൊണ്ടുവരുന്ന പൈസ ഉണ്ടല്ലേ ഈ വീടിങ്ങനെ ജീവിച്ച് പോണത്. കയ്യില് സോപ്പിരിക്കാണ്. എന്താ നീരുന്ന് നെരിപിരി കൊള്ളണ? ഈ ഗപ്പിക്ക് ഒളിക്കാൻ സ്ഥലം കിട്ടിയാ ഒളിക്കൂലേ? ഒളിക്കും. വേറൊന്നുമല്ല, അച്ഛൻ കോരിക്കൊണ്ടുവന്ന വെള്ളത്തിൽ ഗപ്പി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു എന്നൊരു സംശയം. ഗപ്പിക്കുഞ്ഞുങ്ങൾ എടുത്തു തരാൻ ഞാൻ. കുളിക്കാൻ വെള്ളം ഇല്ല, ആഹാരം ഉണ്ടാക്കാൻ വെള്ളം ഇല്ല, ചെടി നനയ്ക്കാൻ വെള്ളം ഇല്ല. അല്ല, തുണി എഴുവാനും വെള്ളം ഇല്ല. വെള്ളം ഇല്ല, നമ്മൾ ഇനി എന്തിനു ചെയ്യും?
എനിക്കത് വിഷയമുള്ള കാര്യമില്ല ചെലച്ചേ. കാരണം എനിക്ക് എന്താ എന്താ അല്ല സൂസ് മുട്ട എനിക്ക് തോന്നണം. പക്ഷെ വെള്ളം ഇല്ലാത്തോണ്ട് പോകാൻ പറ്റൂല. ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. പരിഹാരം കാണുന്നതിന് മുമ്പ് പലഹാരം കിട്ടിയിരുന്നെങ്കിൽ പലഹാരം കഴിച്ചിട്ട് പരിഹാരം കാണാമായിരുന്നു. 2 കേസ് മിനറൽ വാട്ടർ വാങ്ങിച്ചിട്ടേ അത് കിണറ്റിൽ ഒഴിച്ച് ആ വെള്ളം മോട്ടർ അടിച്ച് കയറ്റിയാല. ഈ മണ്ടന്മാരെ കാര്യം തന്നെ 2-3 കേസൊക്കെ എവിടെ തികയാനാണ്? കുറഞ്ഞതൊരു 150 കേസെങ്കിലും വേണം. എന്നാലേ കിണറ്റിന്റെ കാൽഭാഗമെങ്കിലും നിറയും. ആ മരപ്പായെന്ന് പറയാൻ പോലും പറ്റൂല. അതിന് അപമാനമായിരിക്കും. കാലാവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇനി കുറച്ച് ദിവസത്തേക്ക് മഴ കാണൂല എന്നാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മഴ പെയ്യുന്നു ടിവിയിൽ പറഞ്ഞു. എന്നാ നാട്ടുകാരത്തെ നമ്മൾ ഒറ്റപ്പെടുത്താൻ പറഞ്ഞാലേ അങ്ങനെ ഏതാ മഴ പെയ്യൂന്നല്ലേ ടി വിയിൽ നീ പറഞ്ഞെന്ന് പറഞ്ഞു. എടാ നിന്റെ കമ്മേരത്ത് ഞാൻ അന്നേ പറഞ്ഞതാണ് വല്ല വെള്ളം കിട്ടണ സ്ഥലത്തോണ്ട് വീട് വെക്കാന്ന്. അവള് കേക്കേ ഇല്ല. ഒരു കിണ സ്ഥലത്തോണ്ട് വീടും വെച്ച് വെള്ളവും ഇല്ല. എന്നാലേ വെള്ളം എപ്പോഴും കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. കടലിൽ നടക്കൊണ്ട് വീട് വെക്കായിരുന്നു. എന്റെ അച്ഛൻ അന്നേ പറഞ്ഞു ആ ചാലിൽ വീട് വെച്ചാൽ മതിയെന്ന്. പിന്നെന്ത് വെക്കാത്ത? ഇന്ത്യയിൽ അതിന് പൈസ ഇല്ലാതല്ലോ. ഇന്ത്യയിലില്ലെന്ന പൈസ. നിങ്ങൾ ഈ കുടുംബക്കാര്യം പറഞ്ഞ അടി ഉണ്ടാക്കാതിരിക്കും. എനിക്ക് നീ കൊണ്ടുവിടാ നാറി വെള്ളം. ഇത് കൊടുക്കണല്ലേ വെള്ളം. ചേച്ചി ചേച്ചി ഓ വെള്ളം ഇല്ലാതിരിക്കണം ഈ സമയത്ത് തൊണ്ടയിലെ വെള്ളം വരെ പറ്റിക്കാൻ അവള് വന്നല്ല. എന്തൊരു സന്ധി. അലക്കല് ഫ്രീ ആണോ ചേച്ചി? എന്തിന് തലചെല്ലി ചാവാനാ? അല്ല തുണി കഴുവാൻ. കണക്കിന് തുണിയുണ്ടേ. നീ കൃത്യസമയത്താണ് എത്തിയിരിക്കണ ചന്ദ്രി. അലക്കല് ഫ്രീ ആണ്, സോപ്പ് ഫ്രീ ആണ്. എന്റെ ഭാഗ്യം. പക്ഷെ കഴിവാൻ വെള്ളം ഇല്ല അച്ഛനകത്ത്. അപ്പൊ ഇവിടെയും വെള്ളം ഇല്ലേ? വെറുതെ എല്ലാം കൂടെ കെട്ടിപ്പറക്കി എടുത്തോണ്ട് വന്ന്. മാമി അവിടുത്തെ കണക്കിന് വെള്ളം ഇല്ലേ? 5 തുണിയുണ്ട്. എന്നിട്ടാണ് നീ ഇത് പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന? അത് തീർന്നു പോയി. എന്തിനു ചേച്ചി? ബാക്കിയുള്ളവരെ ഊഞ്ഞാലായിട്ട് ജീവിക്കാൻ ചന്ദ്രി കഴിഞ്ഞാൽ വേറെ ആരുമുള്ളൂ. എന്നാ പിന്നെ ചന്ദ്രി ഒരു കാര്യം ചെയ്യാം. എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴിവാണ്ട് ഇതിനങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുവരട്ടാ. ചേച്ചി 2 തൊടിയേ ഉള്ളൂ. 5 തൊടിയെ ഞാൻ കയറ്റി പറഞ്ഞാണ്. വെള്ളമില്ല. ഓന്തിന്റെ പുതിയ വകഭേദമാണ് അവള്. രാവിലെ പല്ല് തേച്ച് തന്നെ വണ്ടിയിലെ വൈപ്പറിന്റെ വെള്ളം വെച്ചാണ്. എനിക്കതിന്റെ ആവശ്യം വന്നില്ല. ഞാൻ പല്ല് തേച്ചില്ലല്ലോ, നേരെ കുളിക്കാനല്ലേ കയറിയത്. ചിരിക്കാതിരിയടാ. തിന്നാനും കുടിക്കാൻ എന്തായാലും ഇവിടെ വീട്ടിൽ നടക്കാൻ വെള്ളം. യെസ് കുറെ കാലം ഇവിടെ നിന്ന് ഊറ്റിയതല്ലേ, ഇനി കുറച്ചാൽ അവിടെ നിന്ന് ഊറ്റട്ട്. വീട്ടിലെ മോട്ടോർ കണക്ഷൻ വിച്ഛേദിക്കണം. എന്നിട്ട് കപ്പിയും കയറി മുറിച്ചിടും ഞാൻ. ഓക്കെ, കുളിക്കാനും അലക്കാനും നമ്മൾ എവിടെ പോവും? നമുക്കേ ആറ്റിൽ പോയാലേ? ഏതാറ്? ഇരുമ്പാലത്തിന്റെ അടിയിലുള്ള ആറേ. അയ്യോ അവിടെ ഞാനില്ല. കള്ളം കഞ്ചാവടിക്കാൻ സ്ഥലമാണ്. നമ്മളവിടെ സ്ഥിരം പോണതല്ലേ മാമി. ഇരുന്ന് വലിക്കാൻ പറ്റിയ സ്പോട്ടാണ് അലക്കാൻ. 6 സന്ധ്യ നീ വരണം. വല്ല പണിയും കിട്ടോ? ഓ നീ അവിടെ നിന്ന് കുളിച്ചിട്ട് കയറി വരുമ്പോഴേ നിനക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ജോലി കിട്ടും. പണിയായില്ലേ? ഞാൻ വരാ. കുറെ നാളായി വെള്ളത്തിൽ കിടന്ന് സാധകം ചെയ്തിട്ട്. അയ്യേ കുമ്മള ഒരു വച്ചാ സാധകം അത് ഇത് ഞാമ്പക്കല്ലേ? ആ എന്നാ ഞാനില്ലേ കുളിക്കാതിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇത് കേൾക്കാൻ വയ്യ. എന്നാ ഞാൻ പോയേ 2 ദിവസം തുണിയും കൂടെ എടുത്തിട്ട് വരാ. ഇനിയും തുണിയാ? ചന്ദ്രി അവിടെ 1 വർഷമായിട്ട് അലക്കലും പറക്കലൊന്നും ഇല്ലായിരുന്ന. കഴുകി വെച്ച തുണി തന്നെ ചേച്ചി. ഇനി അങ്ങോട്ട് വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം കൂടെ ഒന്നുകൂടെ കഴുകി വെക്കാം. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ പോയിട്ട് ഇതാ വരണേ. മിക്കവാറും തുണിയെല്ലാം കൂടെ ലോറി കയറ്റി വരുന്ന കോളുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വെള്ളത്തിൽ കിടന്ന് സാധകം ചെയ്യും. കുച്ചേട്ടൻ നിങ്ങൾ കഴിക്കാനൊന്നും കൊടുക്കൂലേ? കിടന്ന് കരയണല്ല. പാട്ട് പാടുമ്പോ ഗാനഗന്ധർവനാണ് ഇയാളെ വിചാരം. വെള്ളത്തിൽ പിടിച്ച് മുക്കിയല്ല. എന്താ ഞാൻ സാധകം ചെയ്യുന്നത് കണ്ടുകൂടെ? നിങ്ങൾക്ക് ഈ പേക്കൂത്ത് വീട്ടിൽ കിടന്ന് കാണിച്ചാ പോരെ? ഇവിടെയുള്ള നാട്ടുകാരെന്തിനാ അറിയിക്കണ? എന്റെ കഴിവ് അംഗീകരിക്കാത്തവരെ ഇത് പേക്കൂത്തെന്ന് പറയും. കഴിവ് അംഗീകരിച്ചവർ തലയ്ക്ക് ഓളൊന്നും പറയും. അത് പൊഴിരാതെ അവിടെ എന്തോന്നത്? എവിടെ? ഓ നിങ്ങൾ 2 മക്കളും കൂടാ. വെള്ളമെന്ന് കേട്ടാ നീ എന്തിണ്ടാ ഈ കണ്ണിലും ഈ തലയിലും ഈ സാമാനം കുത്തിക്കയറ്റിക്കൊണ്ട് വരണത്? എന്റെ കൊച്ചു പറഞ്ഞിട്ടുണ്ട്. ഏത് കൊച്ചി? കൊച്ചല്ല, സ്വിമ്മിംഗ് കോച്ച്. അണ്ടാവിൽ വെള്ളം നിറച്ച് അതിൽ നീന്തുകയാണെങ്കിലും സ്വിമ്മിംഗ് സീറ്റിട്ടേ നീന്താവൂ. ഒരു പ്രൊഫഷണൽ എപ്പോഴും കരുതിയിരിക്കണം ഇത്. നീ കുറെ കാലം കൊണ്ട് നീന്തൽ കുണയ്ക്കാൻ പോവേലേ? ഇറങ്ങടാ, വെള്ളത്തിറങ്ങി നീന്തി കാണിച്ചെന്നാണ്. അയ്യോ എനിക്ക് ആറി നീന്താ അറിഞ്ഞൂടാ, പുള്ളേ നീന്താ അറിയാവൂ. മാത്രമല്ല കോച്ചുണ്ടെങ്കിലേ ഞാൻ വെള്ളത്തിൽ ഇറങ്ങൂ. അയ്യോ പിന്നെ ഇത് ആരെ കാണിക്കാൻ വേണ്ടി ഇത് കിട്ടുകൊണ്ട് വന്നത്? നാട്ടുകാരൊക്കെ അറിയട്ടെ ജിത്തു ഒരു സിമ്മറാണെന്ന്. ഇതുകൊണ്ട കപ്പും ബക്കറ്റ് ഇതോ ഇരിക്കണം, അതെടുത്തോണ്ട് വന്നേ.
വെള്ളം കോരി കുളി. സോപ്പുണ്ടാ? സോപ്പ് രാവിലെ മുഖത്ത് കുറെ ഉണ്ടായിരുന്നല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. ചേച്ചിക്ക് നീന്തൽ അറിയാമോ? പിന്നെ കൊച്ചിലെ കുറെ പാളെ കിടന്ന് തൂറിയതല്ലേ, നീന്തിയതല്ലേ ഞാൻ. എനിക്ക് നീന്താൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളം കണ്ടാലേ പേടിയാവും. വെള്ളം നിന്നെ കണ്ടാലും പേടിക്കും. ചേട്ടാ, നിങ്ങൾക്ക് നീന്താൻ അറിയാമോ? നീന്താ അറിയാമോന്നാ സന്ദ്രി? ജനിച്ചപ്പോഴേ കായലിറങ്ങിയവനാണ് ഞാൻ. അച്ഛനെ പറ്റിട്ടത് കായല്ല. 2 വയസ്സുള്ളപ്പം പുന്നമടക്കായൽ മൊത്തം കവർ ചെയ്ത് നീന്തിയവനാണ് ഞാൻ. ചോദിച്ചാ മതി. ആരെടുത്ത്? എന്റെ അടുത്ത് തന്നെ. പിന്നെ ഞാനല്ലേ നീന്തിയത്. ഇതൊക്കെ ഉള്ളത് തന്നെ. പിന്നെ അല്ലാണ്ട് ബാക്ക് സ്ട്രോക്ക്, ബ്രസ്റ്റ് സ്ട്രോക്ക്, ഫ്രീ സ്റ്റൈൽ, ബട്ടർഫ്ലൈ ഒക്കെ അറിയാമോ ആർക്കെങ്കിലും? എനിക്കറിയാം. അറിയാം. നിനക്ക് ഈ പറഞ്ഞ സാമാന്യങ്ങൾ ഏതെങ്കിലും അറിയാമോ? ബട്ടർഫ്ലൈ അറിയാം. എന്തോന്നാണ്? പൂമ്പറ്റ. നീ നീന്താൻ തന്നെ പോയത്? അതാ ബാക്കിയുള്ളവന്മാര് നീന്തണത് കാണാൻ പോയതാ? കോച്ച് ഇതൊന്നും പഠിപ്പിച്ചില്ല. നീ കോച്ചിനെ കൂച്ചിക്കൊണ്ടിരി. മുങ്ങാൻകുഴി ആർക്കെങ്കിലും ഇടാൻ അറിയാമോ? കുഴിയാനേ കുഴിന്ന് തോണ്ടിയെടുക്കാൻ അറിയാം. കമോൺ ചന്ദ്രി, 10 മിനിറ്റ് ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കും, എന്നിട്ടേ പൊങ്ങൂ. അല്ലെങ്കിൽ മുങ്ങാൻ നിങ്ങൾ മിടുക്കനാണല്ലോ. പന്തയത്തിൽ ഞാനും ഉണ്ടച്ചാ. അച്ഛൻ വെള്ളത്തിനടിയിൽ നിന്ന് മുങ്ങുമായിരിക്കും, നീ കരയിൽ നിന്ന് മുങ്ങൂ. അവന്റെ ഓഞ്ഞ കണ്ണാടിയും ക്യാപ്പും. കണ്ണാടിയിലെ ഗോഗിൾസ്, ക്യാപ്പുറ. വെള്ളത്തിന് എന്തിനാ നമ്മൾ പേടിക്കണത്? വെള്ളം നമ്മളൊന്നും ചെയ്യൂല. എപ്പോഴും തന്നെ പുറത്ത് നിൽക്കണം. നിങ്ങൾക്ക് എന്തിനു വെള്ളത്തിന് പേടി? ചേട്ടാ, നിങ്ങൾ ധൈര്യമായിട്ട് മുങ്ങിക്കോളി, ഞാൻ എണ്ണിക്കോളാം. 3, 2, 1 മുങ്ങിക്കോ. ചേട്ടാ 10 മിനിറ്റായി, മുങ്ങിക്കോ. ചേട്ടാ, അച്ഛാ, 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 അച്ഛാ. ദാണ്ട കളിക്കാതെ നിങ്ങൾ കയറി വന്നാണേ. ചേച്ചി, ചേട്ടൻ പോയെന്ന് തോന്നണ്. എടാ അച്ഛൻ പൊങ്ങൂലെന്നാണ് തോന്നണ. ഇറങ്ങി രശീലടാ. കോച്ചില്ലാതെ ഞാൻ ഇറങ്ങൂല. ഇത്രയും നാളെ നീ നീന്തൽ പഠിക്കാൻ പോയതല്ലേ, എന്തെങ്കിലും കാണീര്. മറ്റേ അപ്പ വിളിച്ച് പ്രോത്സാഹനം കൊടുക്കറിയാം ചേട്ടാ. അച്ഛാ, അച്ഛാ, മക്കളെ ഒന്ന് ഇറങ്ങി നോക്കണം. നിനക്ക് കണ്ണാടി തൊപ്പിക്കൊണ്ടല്ല. ഇതിലൊന്നും ഒരു കാര്യമില്ല. വെള്ളത്തിൽ ഇറങ്ങിയേ കൈയിട്ടും കാലിട്ടും അടിക്കറിയണം. എനിക്കറിഞ്ഞൂടാ. അച്ഛാ, ചന്ദ്രി പഞ്ചരി ഓടി. ഞാൻ പോയിട്ട് അറപ്പയ്ക്ക് ഓർഡർ ചെയ്യട്ടാ. അറപ്പറ്റ വർത്താനം പറയലടി, ഇറങ്ങാൻ മറന്നോളെ. ഫോണിലാണെങ്കിൽ റേഞ്ചും ഇല്ല, ഇവിടെ ഒന്നും ആരും ഇല്ല എന്തായാലും. എടാ ഞാൻ പോയി പമ്പ് സെറ്റ് എടുത്തിട്ട് വരട്ടാ. പമ്പ് സെറ്റ് എടുത്ത് എന്തിനു കാട്ടാൻ? വെള്ളം പറ്റിക്ക് അച്ഛനെ കണ്ടുപിടിക്കണ്ടേ? നീ കുടിച്ചു പറ്റിയതാ പട്ടി. ഓ, ഇത്രയൊന്നും ഞാൻ കുടിച്ചു വെച്ചിക്കൂല. ചന്ദ്രി, നീ ഒറ്റ ഒരുത്തിനൊരു കാരണം. നീയാണ് അങ്ങേർക്ക് ആവശ്യമില്ലാത്ത പ്രചോദനം കൊടുത്തത് മുങ്ങാൻ വേണ്ടി. പുന്നമട കായലിൽ നീന്തിന്നൊക്കെ പറഞ്ഞപ്പം പുന്നമടല്ല നിന്റെ അമ്മൂമ്മേടാ. ഈശ്വരൻ, ഞാൻ അകത്ത് പോകുമെന്തോ. ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കാം. ഇനിയൊരു രക്ഷയില്ല. എന്റെ അച്ഛനാ, ഞാൻ കണ്ടുപിടിച്ചോളാം. മോനെ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അമ്മ. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അച്ഛനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. നിന്റെ ജീവൻ പോയാ പിന്നെ എങ്ങനെയാണ് അച്ഛനെ ജീവനോടെ കൊണ്ടുവരണ? നീ സമയം കളണ്ടടാ, എടുത്ത് ചാടിക്കോ. ഈ ചന്ദ്രമാമയുടെ കൂടാ. ഓ മാമി, എന്റെ മൈക്കിൾ ഫിലിപ്സ് പുത്തപ്പ. ചന്ദ്രി വല്ലതും നടക്കോ? 2 കർമ്മങ്ങളും കൂടെ ഒത്തു കിടത്താം. കുറി വരച്ചാലും കുരിശു വരച്ചാലും. ഇവിടെ എന്താ ആൾക്കൂട്ടം? ചന്ദ്രി, നിങ്ങൾ ആരെയും നിങ്ങൾ നോക്കണ? ചേട്ടൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അങ്ങേരെ രക്ഷിക്കാൻ വേണ്ടി ഇളയവൻ ചാടി. അവർ രണ്ടുപേരും നോയിക്കൊണ്ടിരിക്കാണ്. ഓ, അത് ശരി. അപ്പൊ ഈ നിക്കണതാരി? ചേച്ചി, നിങ്ങൾ ഇത്ര നേരം ഇവിടെ പോരും മനുഷ്യ? ഞാൻ ഇവിടെ മുങ്ങി, അപ്പുറത്തെ കരയിലാണ് പൊങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഓട്ടം ഓടിച്ചിങ് വന്നു. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. മക്കളെ, അച്ഛൻ വന്ന്. നമുക്ക് പോവാം, എല്ലാം പറക്കി എടുത്തോ. പോവാൻ വരട്ടമ്മ. രണ്ടാമത് ചാടിയ ശവ ഇതുവരെ പൊങ്ങിയില്ല. ചിത്തുവേ, എന്റെ ചെറുക്കൻ ഒരുത്തരെ കിട്ടില്ല. നമുക്ക് പോയാലേ. ഈശ്വര, ചതിച്ചല്ല. ചിത്തു, കേറി വാടാ. അച്ഛൻ വന്നടാ. നമുക്ക് വല്ല ഏരെയും ചൂണ്ടയൊക്കെ ഒരു തിട്ടുമൊക്കെ അല്ല അവൻ കൊത്തണെങ്കിലാ. ജിത്തു, 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 നീന്താ അറിഞ്ഞൂടാത്തോ സ്വിമ്മിങ് സൂട്ട് എടുത്ത് ചാടുകയും ചെയ്ത്. എടാ പൊട്ടക്കിണാപ്പാ, കേറി വാടാ. ചന്ദ്രി, നീ ഒറ്റ ഒരുത്തിയാണ് അവന് പ്രചോദനം കൊടുത്ത് ചാടിപ്പിച്ചത്. അയ്യോ, ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ ഏറ്റെടുക്കടാ? നിങ്ങൾ ഏറ്റെടുക്കി. ചിത്തു, നീ കേറി വാടാ. ഇനി അച്ഛനെ രക്ഷിക്കണ്ട, ഞാൻ എത്തിയതാ.
അയ്യോ ഈ വൃത്തികെട്ട ശബ്ദം ഞാൻ എവിടെ നിന്നോ? എടാ മഹേഷേ, ഇങ്ങോട്ട് വന്നാണ്. അച്ഛാ ജിത്തുതാ ഇവിടെ കിടക്കണ്. സോറി കോച്ച്, വെള്ളത്തിൽ ഇറങ്ങിയപ്പോ മുങ്ങിപ്പോയി. ഇനി ആവർത്തിക്കില്ല. അടിക്കല്ലേ അടിക്കല്ലേ. അയ്യോ ദോ കിടക്കണ തീരത്തടിഞ്ഞ നെത്തോലി കൊഞ്ചു പോലെ. അമ്മ, ഞാൻ അച്ഛനെ കണ്ട് കിടത്തെ കൈവച്ചേ അച്ഛനെ പൊക്കി വിട്ടപ്പോഴേ എന്റെ കാല് കല്ലിന്റെ ഇടയിൽ കുടുങ്ങി. 2018 ടൊവിനോടെ കാല് കുടുങ്ങണ കണക്ക്. അയ്യോ, നീ തന്നെ എന്നെ പൊക്കി വിട്ടത്. ഇവിടെ നിക്കടാ. യവനെ എന്തിനാണ് 2000 കൊടുത്ത് നീന്തലിനൊക്കെ പറഞ്ഞു വിണ്ണ? 2000 അല്ല 1000 ഉള്ളൂ. ഞാൻ കയറ്റി പറഞ്ഞില്ലേ, ഞാൻ ഉള്ളോണ്ട് ഇപ്പൊ രക്ഷപ്പെട്ട്. നീ രക്ഷപ്പെട്ടത് എന്നെ വലിയ ഭാഗ്യം. ചിലക്കാൻ എനിക്ക് ഒന്നാണ്. അവനെ പിടിച്ചോണ്ട് വാ. വരി തുണി നനയെ ഒന്നും വേണ്ട. അങ്ങ് പോണെങ്കിൽ പോയാ അങ്ങോട്ട് കയറി. പതുക്കെ പിടിയടാ, എന്റെ വയറ് മൊത്തം വെള്ളമാണ്. ആ വെള്ളം കളയണ്ട, നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം. എങ്കിൽ ചേച്ചിയും കൂടെ മുങ്ങ്. ആ വെള്ളം എടുത്ത് എനിക്ക് എന്റെ ചെടിയും കൂടെ നനയ്ക്കല്ല. നീ മുങ്ങിയാലും മതി.